ഹഡിയാസ് ഫിജിഷാണ് നമ്മൾ പറയുന്നപ്പോൾ നമ്മൾ ഒരു സൈറ്റും കൂടി ഫിനിഷ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇൻറ്റീരിയറിൻ്റെ സെക്ഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്ഥലം വരുന്നത് പെരുമ്പടപ്പ് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. പൊന്നാനി ഗുരുവായൂർ റൂട്ടിൽ ആണ് ഈ സ്ഥലം വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വാളിലൊക്കെ സിറ്റ് ഔട്ടിൻ്റെ വാൾ മൊത്തമായിട്ട് ചെയ്തിട്ടുള്ളത് ആൻഡസ് ക്രീമ പറയുന്ന ഒരു അസർവ ബ്രാൻഡ് തന്നെ 4x2 കട്ട് ചെയ്തിട്ട് 20 സെൻറ്റിൽ കട്ട് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഈ ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് അസർവ ബ്രാൻഡിൽ നിന്ന് വരുന്ന നോക്ക് വുഡ് പറയുന്നത് മൈക്രോക്ക് അടിച്ചിട്ട് ഒരു വുഡിൻ്റെ ഫിനിഷിക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബെഞ്ച് ഇരിക്കാനൊക്കെ നല്ല ഒരു കംഫർട്ടായിട്ടുള്ള ഒരു ബെഞ്ചാണ്. ഫ്ലോറിലൊക്കെ ചെയ്തിട്ടുള്ളത് 6x4 ആണ് കേട്ടോ. അസർവ ബ്രാൻഡിൽ വരുന്ന അർമാനി ഗ്രേ അറിയുന്ന 6x4 മാറ്റ് ഫിനിഷ് ടൈലാണ് നമ്മുടെ ഫ്ലോറിൽ മൊത്തമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ വേറെ ഒരുപാട് സൈറ്റിൽ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു ലൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹൗസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ട്. ഇത് കാണാൻ ഭയങ്കര ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. നമ്മൾ പല സൈറ്റിലും ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈൽ കേട്ടോ. ഈ വീടിന് 2 ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലും മൊത്തം 4 ബെഡ്റൂമിൽ 2 ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. അതിന് ഫ്ലോർ മൊത്തമായിട്ട് ചെയ്തിട്ടുള്ളത് അർമാനി ഗ്രേ തന്നെയാണ്. ഇതിന്റെ ഈ ബെഡ്റൂമിലെ ഫ്ലോറും മൊത്തമായിട്ട് അർമാനി ഗ്രേ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കംപ്ലീറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട് ഈ സ്കേർട്ടിങ്ങിന് ടൈലായതുകൊണ്ട് ഉരുട്ടാൻ പറ്റില്ല, മേൽഭാഗത്തൊക്കെ പൊടി ഇരിക്കുകയാണെന്നുള്ള അങ്ങനത്തെ കമന്റ്. ഇവിടെ അതൊന്നും വരാത്ത രീതിയിലാണ് നമ്മൾ സ്കേർട്ടിങ് ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഇതിന്റെ സ്കേർട്ടിങ് ഒക്കെ ഒരു മൈക്രോ അടിച്ചിട്ട് ചുമലിന്റെ ഉൾഭാഗത്തേക്ക് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പൊടി ഇത് ഉണ്ടോ അങ്ങനെ ചെരിഞ്ഞിട്ടാണ്. പൊടിയൊന്നും ഒരിക്കലും നിൽക്കില്ല, എപ്പോഴും നമുക്ക് തുടച്ചാൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ മൊത്തം ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്കേർട്ടിങ് മൊത്തം ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ ഒക്കെ അങ്ങനെയാണ് സ്കേർട്ടിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ടും ഇപ്പോൾ എല്ലാ വീടുകളും ഇപ്പോൾ മെറ്റൽ സ്റ്റെയർ ആണ് കൂടുതലായിട്ട് ചെയ്ത് വരുന്നത്. വുഡ് ചെയ്യും, മെറ്റൽ സ്റ്റെയർ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ ഈ ഹാൻഡ് റെയിലുകൾ, അതേപോലെ ഈ ബാൽക്കണീൻ്റെ ഈ ഇതേപോലത്തെ ഗ്രിൽസൊക്കെ വെക്കലുണ്ട്. അപ്പോൾ അത് നമുക്ക് ടൈലിങ്ങിൻ്റെ മുമ്പേ പല ആൾക്കാരും അറിയാത്തതുകൊണ്ടോന്നും അറിയില്ല, ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ആദ്യം ഹാൻഡ് റെയിൽ ഫിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഹാൻഡ് റെയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈലിങ്ങിൻ്റെ ഭാഗത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് എപ്പോഴും ടൈലിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കോർ ഹോൾ ചെയ്തിട്ട് പിന്നെ ഇത് ഫിറ്റ് ചെയ്യാവും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ജോയിൻറ്റുകളൊക്കെ പല സ്ഥലങ്ങളും ഇവിടെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല സ്ഥലങ്ങൾക്കും പിന്നെ കട്ട് പീസുകളുണ്ട ആവശ്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ള 1600-800 ആണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ പല സ്ഥലങ്ങളിലും ഈ സ്റ്റെയർ നമ്മൾ ആദ്യം ടൈലിങ്ങിൻ്റെ മുമ്പായിട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ചെയ്യാതിരിക്കുകയാണ് എപ്പോഴും ബെറ്റർ. ഈ മെറ്റൽ സ്റ്റെയർ അടിച്ചിടുക, പക്ഷേ ഇതിൻ്റെ ഹാൻഡ് റെയിൽ അടിക്കാതിരിക്കുക, അതാവും ഏറ്റവും കൂടുതൽ ബെറ്റർ ടൈലിങ്ങിൻ്റെ ഭാഗത്ത് വന്ന് നോക്കുമ്പോൾ. ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ആണിത്. ഇവിടെ ചെയ്തിട്ടുള്ള കോളറൈറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൽ അർമാനി ക്രീമ 1600 ജോയിൻ ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ട്. ഗമ്മില് ജോയിൻ ടച്ച് ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ബീച്ച് കളർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഒരു ഷെയ്ഡ് കിട്ടാൻ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ബീച്ച് കളറിൻ്റെ പ്രത്യേകത. നമ്മൾ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ താഴെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഇവിടെ പൊടികളൊന്നും നിൽക്കാത്ത രീതിയിൽ എത്ര പൊടികൾ ഉണ്ടെങ്കിലും നമുക്ക് അതേപോലെ തുടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സ്കേർട്ടിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ടൈലാണോ ഇറ്റാലിയൻ മാർബിളാണോ എന്ന് ഒറ്റയടിക്ക് നോക്കിയാലൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ് ഈ ടൈൽ ചെയ്തത്. ഈ വീടിൻ്റെ ബാൽക്കണിയാണ് ഇത്. ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയാണ്. ഫ്ലോറിലൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ ഫിനിഷിൽ വരുന്ന 4x2 ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വാളിലൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു മൊറോക്കൻ സീരീസ് 1x1 സ്പേസ് ഇട്ട് അപ്പോക്സിറ്റ് ഇട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് എൻഡ്ലെസ് ക്രീം പറയുന്ന നമ്മൾ താഴെ കൊടുത്ത അതേ ടൈൽ തന്നെ 20 സെൻറ്റിയിൽ 4x2 കട്ട് ചെയ്തിട്ട് സ്പേസ് ഇട്ട് അപ്പോക്സിറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ.